ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ആധുനിക കാലഘട്ടത്തെ തലമുറ, എൻ്റെയോ താങ്കളുടെയോ അല്ല, ഈ പുതിയ തലമുറ അവരഭിലഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഈ മതവും അല്ലെങ്കിൽ മതപരമായ ചുറ്റുപാടും ഒന്നും ചർച്ച ചെയ്യാനല്ല. അവർ ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അവരാഗ്രഹിക്കുന്നത് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഇത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം ഇപ്പം അനിൽ വിളയിൽ സാറിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഒരു 3-4 നൂറ്റാണ്ട് പിറകിലേക്കാണ് പോകുന്നത്. താങ്കളെപ്പോലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ VHPയെ പോലെയുള്ള ഒരു സംവിധാനത്തെ കൊണ്ടുപോകുന്നത് ഒരു സമൂഹത്തെ നൂറ്റാണ്ടുകൾ പിറകിലേക്കാണ്. AKGയുടെ ചെറുമകൾ പർദ്ദ ഇട്ടത് എന്തോ വലിയ സംഭവമായിട്ടാണ്. ഞാൻ താങ്കൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. കമല സുരയ്യ അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ AKGയുടെ ചെറുമകൾ. അവർ തന്നെ പർദ്ദയിട്ടു. അവരെ ഈ പാളയം പള്ളിയിലാണ്. അത് അവരുടെ വിശ്വാസം. അവരെ പ്രലോഭിപ്പിച്ചിട്ടാണ്. അവരെ പ്രണയിച്ചിട്ടാണോ? അവർക്ക് ഇസ്ലാം എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം VHP അടക്കമുള്ള സംവിധാനങ്ങൾ മരിച്ചുപോയവരെ തിരിച്ചു വന്ന് തിരുത്താനൊക്കില്ലല്ലോ. മരിച്ചുപോയവർ ഇനിയിപ്പോൾ കമലാ സുരയ്യ അത് പറഞ്ഞു, ഇത് അവർ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ചതിക്കപ്പെട്ടു എന്ന് കമലാ സുരയ്യയ്ക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ആ നിമിഷം അവരുടെ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ടും പഴയ വിശ്വാസത്തിലേക്ക് പോകാൻ ഒരു തടസ്സമില്ലായിരുന്നു. ഇതൊക്കെ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ കെട്ടുകഥകൾ നിർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ അജണ്ടകൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഓരോ ഇടപാടുകൾ എന്നുള്ളതിനപ്പുറം ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. ഒരു നിമിഷം, നമ്മുടെ ആരിഫ് ഹുസൈൻ എന്തോ പറയാനുണ്ട്. യെസ്, കൈവിരൽ ഉയർത്തി ക്ഷമിക്കണം ജലീൽ സാർ. ഇവിടെയാണ് നമ്മളുടെ പ്രശ്നം വരുന്നത്. 2 കാര്യങ്ങളാണ്. അതായത് കമലാ സുരയ്യ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ജലീൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചതിക്കപ്പെട്ടിരുന്നു. പിന്നെ മതം ഉപേക്ഷിക്കാമായിരുന്നു. കമലാ സുരയ്യ ജീവിച്ച കാലം ഏതാണെന്ന് ഓർക്കണം. ഇസ്ലാമിലേക്ക് വന്നിട്ട് മതം ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലുള്ള കാര്യങ്ങളും വേട്ടയാടിയതുകൊണ്ടും മറ്റ് പല പ്രശ്നങ്ങളും അത് ചതിക്കപ്പെട്ടു എന്ന തോന്നൽ തന്നെ ആള് വളരെയധികം ഡെസ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തി നമ്മൾ AP അഹമ്മദിനെ പോലുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതും എഴുതി വെച്ചതും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വായിക്കാം. സന്തത സഹചാരികളായിട്ടുള്ള ആളുകളോട് ഞാൻ പോലും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ഒരു വിഷ്വൽ തിങ്കിങ്ങിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് കമലാ സുരയ്യ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് കൊണ്ട് നടന്നിരുന്നത്. അവർ മതം മാറാതെ മരിച്ചു എന്നുള്ളത് ആണ് നിങ്ങളുടെ ടെസ്റ്റിമണി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന ടെസ്റ്റിമണി എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയല്ല, അവർ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ആളാണ്. അതവിടെ ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാനിപ്പോൾ വീണ്ടും ചോദിക്കുന്നു, ഇവിടെ ആവർത്തിച്ച് മറ്റു മതത്തിലേക്ക് പോയതോ അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പോലീസിൻ്റെ ഡ്യൂട്ടി, ഞാൻ ഇപ്പോഴും ഒരേപോലെ പറയുന്നു, പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡഡ് അവർ കൊടുത്ത എല്ലാ കാര്യങ്ങളും വാലിഡ് ആണ്, ലീഗലി ഫുൾ പ്രൂഫ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അല്ലാതെ പാരൻസിൻ്റെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ അവരുടെ ബ്ലാക്ക് മെയിലിങ്ങിനോ ഒപ്പം കൂടെ നിൽക്കുക എന്നുള്ളതല്ല പോലീസിൻ്റെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെയാണ് തമ്പാനൂർ പോലീസ് ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും വാദിക്കുന്നത്. പക്ഷേ ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാവിയിൽ ഇനി ആരെങ്കിലും ഇതേപോലെ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലുള്ള ഫർമാന്മാർ ഇതുപോലെ ചെയ്തു വെച്ചത് ഇങ്ങനെ ഒരു ഫോർജ്ഡ് ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് അണ്ടർ ഏജ് ആയിട്ടുള്ള മാരേജാണ് ഇവിടെ നടത്തിക്കൊണ്ട് പോയത് എന്നത് തെളിയുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു ദൂരവ്യാപകമായൊരു പ്രശ്നം കൂടിയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. കാരണം ഇത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ആ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്കും, അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ അന്വേഷണങ്ങൾക്കൊക്കെ വിധേയമാക്കിയതിന് ശേഷമേ ഇത് ഇനി നടത്താൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാവിയിൽ ഇതുപോലുള്ള കല്യാണങ്ങൾ തടയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുടുംബക്കാരായ ഗുണ്ടകൾക്ക് കൂടുതൽ ഒരു ആയുധം ലഭിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇവിടെ ഉണ്ടായി വരുന്നത്. അത് ഇതുപോലുള്ള വിവാഹങ്ങൾക്കും കൂടി വലിയ തടസ്സമായിട്ട് മാറുകയാണ് ചെയ്യുക. ഇൻഡിവിജ്വൽ റൈറ്റ്സിനുള്ള ആ ഒരു ലിബർട്ടി ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ ദിലീപ്, നോക്കൂ, നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മീഡിയയിലാണ് സംസാരിക്കുന്നത്. തീർച്ചയായും തെറ്റിദ്ധാരണ പരത്താൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പലപ്പോഴും അവിടെയും ഇവിടെയും തൊടാതെ താങ്കൾ പറയാറുണ്ട്. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, കമലാ സുരയ്യ ചതിക്കപ്പെട്ടു എന്ന് വ്യക്തമായൊരു തെളിവുണ്ടെങ്കിൽ താങ്കൾ അത് ഹാജരാക്കണം. അവിടുത്തെ അഹമ്മദ് പറഞ്ഞു, ഇവിടുത്തെ മുഹമ്മദ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് താങ്കൾ പലപ്പോഴും പല വിഷയത്തിലും പറയുന്നുണ്ട്. അല്ല, എഴുതി വെച്ചതൊന്ന് ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒന്ന്. കേരളത്തിലെ പൊതുസമൂഹം ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ലല്ല, പാളയംപള്ളിയിൽ അവർ അടക്കം ചെയ്യില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നഗരഹൃദയത്തിലെ പാളയം പള്ളിയിലെ ഇസ്ലാം മത വിശ്വാസ ചതിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവിടെ അടക്കം ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണമല്ലോ. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ സാർ കഴിഞ്ഞ ഒരു ചർച്ചയിലൂടെ പറഞ്ഞിട്ടുണ്ട്, അജ്മൽ കസബിൻ്റെ മയ്യത്ത് നിസ്കാരം
കേരളത്തിലെ പള്ളികളിൽ നടത്തിയിട്ടുണ്ടെന്ന്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ പറഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല. ജനം TV പോലുള്ള ഒരു ചർച്ചയിൽ പണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കണ്ടേ? രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയ ഒരു തീവ്രവാദിക്ക് വേണ്ടി കേരളത്തിലെ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ ഇമാമ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആധികാരികതമായിട്ട് അദ്ദേഹം പറഞ്ഞാൽ ആ പള്ളിക്കും അത് നടത്തിയ ഇമാമിനുമെതിരായിട്ട് ഞാൻ കേസിന് പോകും. തെളിവ് തരാൻ തയ്യാറുണ്ടോ? ടൈംസ് ഓഫ് ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്ന താങ്കൾ പറയാം. ഏത് പള്ളി ഇപ്പോഴാണ് ജലീലായത്. കൊച്ചി മോസ്ക് ഒഫീഷ്യൽ പ്രൈസ് ഫോർ അജ്മൽ കസബ് സോൾ ഗെറ്റ്സ് ദ ബൂട്ട്. ഓക്കെ, കൊച്ചി, the managing committee of Jamaat Mosque here has initiated disciplinary action against its khatib for allegedly praying for salvation of the soul of Ajmal Kasab 2 days after the terrorist was hanged in Pune's Yerwada Central Jail. ഇനി ആളുടെ പേര് ഖാത്തിബ് അബ്ദുൾ റൌഫ്. ഖത്തീബിന്റെ പേരാണ് കേട്ടോ. ഖത്തീബിന്റെ പേരെന്താണ്? അബ്ദുൾ റൌഫ്. However, prefer to resign from the post than wait for an action against him following strong protests from the Juma that had assembled at the ജഡ്ജിമുക്ക് മോസ്ക് തൃക്കാക്കര. അതായത് കാക്കനാട്, എറണാകുളം ജില്ലയിൽ തൃക്കാക്കര എന്ന് പറയുന്ന ആ മണ്ഡലത്തിലുള്ള പത്രത്തിലുള്ളതാ വായിക്കുന്നത്. നിങ്ങൾ തെളിവ് ചോദിക്കുമ്പോൾ തെളിവ് തരുമ്പോ അത് വിഴുങ്ങണം. തെളിവ് ചോദിക്കുമ്പോൾ തെളിവ് തരുമ്പോ അത് അണ്ണാക്കിലേക്ക് കിട്ടുമ്പോ അത് വിഴുകാൻ പഠിക്കണം. അതല്ലാതെ അവിടെ കിടന്ന് മെഴുകല്ല വേണ്ടത്. ഖത്തീബിന്റെ പേര് വരെ ഞാൻ പറഞ്ഞു. അബ്ദുൾ ടൈംസ് ഓഫ് ഇന്ത്യക്കെതിരെ എന്തുകൊണ്ട് പോയില്ല ആരിഫ് ഹുസൈൻ? നിയമ നടപടി എന്തെങ്കിലും എഴുതിക്കൊണ്ട് വന്നിരിക്കുക. ടൈംസ് ഓഫ് ഇന്ത്യ പറയട്ടെ, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ പിറന്ന ഈ മണ്ണിൽ ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ ആരിഫ് ഹുസൈൻ അല്ല, ഒരു അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരന് വേണ്ടി ഒരു ജമാഅത്തിൽ കേസിന് പോകുന്നില്ല. ഈ രാജ്യത്ത് അടങ്ങിയിരിക്കോ? ഇത് വങ്കത്തരമാണ് പറയുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ താങ്കൾ പറഞ്ഞത് ചാത്തമംഗലം കോഴിക്കോട് ജില്ലയിലെ കഴിഞ്ഞ ചർച്ചയിൽ വിഷയം മാറ്റുവാണ് താങ്കൾ. ഓരോ സമയം പറയുന്നത് കള്ളൻ അവിടാണ്, കള്ളൻ നോക്കൂ. ഈ ജനലീൽ കാണുന്നവരൊന്നും ഞാൻ പറഞ്ഞുതരാം. സംഘപരിവാരത്തോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ആശയപരം. പക്ഷെ അവർ അതീവ മാന്യന്മാരാണ്. അവരെ പറ്റിക്കാൻ പറ്റില്ല. ബൗദ്ധിക മേഖലയിൽ നമ്മുടെ രാജ്യത്ത് ഉയർന്നു ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് RSS. അപ്പൊ താങ്കൾ ഇങ്ങനെ വരുന്ന ഓരോ പൊട്ടത്തരം കാട്ടിയിട്ട് അവരെ പറ്റിക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത് ചാത്തമംഗലമാണ്, കുന്നമംഗലം മണ്ഡലത്തിലെ. എത്ര അനിൽ വളയിൽ സാറേ, ഞാൻ സഹകരിക്കാം. ഞാൻ അനിൽ വളയിൽ സാറിനോട് ഞാൻ സഹകരിക്കാം. മധ്യപ്രദേശിൽ കിടക്കുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടി താങ്കൾ കേസിൽ എന്തുകൊണ്ട് താങ്കളുടെ തൊട്ടടുത്തുള്ള തൃക്കാക്കരയിലും ചാത്തമംഗലം മുസ്ലിം ജമാഅത്തിലും ഈ കൊല്ലപ്പെട്ട, അതായത് രാജ്യത്തിന് യുദ്ധം ചെയ്ത ഒരു ഭീകരന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചതിനെതിരായിട്ട് താങ്കൾ പരാതി പറയുന്നില്ല? അപ്പൊ ഇതൊക്കെ തട്ടിപ്പല്ലേ സാറേ? ഇത് ഒരു ജമാഅത്തിൽ ഞാൻ പറഞ്ഞുതരാം, കേരളത്തിൽ നിന്നുള്ള എല്ലാ രാജ്യത്തെ ഒരു പള്ളിയിലും ഒരു ക്ലാരിഫൈ ഇല്ല. ഇത് പൊട്ടത്തരമാണ്. അത് ഒസാമ ബിൻ ലാദന് വേണ്ടിയാ. ചാത്തമംഗലം അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കണ്ടേ സാറേ? ജനം TV അത് വാർത്തകളുടെ പരമ്പര സൃഷ്ടിക്കണ്ടേ? ഒസാമ ബിൻ ലാദനെ പോലെയുള്ള ഒരു ആഗോള തീവ്രവാദിയെ ഇവിടെ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ചാൽ മയ്യത്ത് നിസ്കരിച്ച ഇമാം എന്ന് പറയുന്നവന് വെറുതെ വിടാവും. ഇവിടുത്തെ RSS എവിടെ പോയി? നിങ്ങളുടെ രാജ്യസ്നേഹം എവിടെ പോയി? ഒട്ടത്തരം മേലാൽ ഇതുപോലെ ഇരുന്ന് പറയുന്നത് വഷളായി പോകും.